ഇന്ന് നമ്മുടെ 54-ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് വരുമാനമുണ്ടാക്കാം എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. ഇത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ അതൊരു വേറൊരു ചാനലിലായിപ്പോയി. ഇപ്പോൾ ഇതിലൂടെ ഞാൻ വീണ്ടും ഒന്നും കൂടെ പറയുകയാണ്. നിങ്ങൾ നിസ്സാരമായിട്ട് കരുതുന്ന ഈ ഫേസ്ബുക്ക്, അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തിടുകയൊക്കെ ചെയ്യുന്ന ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. അത് നിങ്ങളുടെ ജീവിതകാലം മൊത്തം, കുറച്ച് കാലം നിങ്ങൾ മരിച്ചു പോയാലും അടുത്ത തലമുറയ്ക്ക് കുറച്ച് കാലം അത് ഉപയോഗിക്കാനും പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. നിങ്ങൾ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാനും അതിനൊക്കെ വേണ്ടത് 1000 സബ്സ്ക്രൈബേഴ്സും പിന്നെ ഒരു 4000 വാച്ച് അവറുമാണ് വേണ്ടത്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് ഈസിയാണ് ഈ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ. കാരണം എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം അത് നിസ്സാരം 350-400 കോടി പേര് ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിൽ ഒരു 50,000 പേര് പോലും അത് യൂസ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ചുമ്മാ ഫേസ്ബുക്ക് കാണുന്നു, എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇത് ശരിക്കും വരുമാനത്തിനായി ഉപയോഗിക്കാൻ നിങ്ങൾക്കിത് പറ്റും. കാരണം ഫേസ്ബുക്കിന് ഒരാൾക്കും കൂടെ അത് കൂടുതൽ കൊടുത്തുകൊണ്ട് അവർ നഷ്ടം വിചാരിക്കുന്നവർ, അവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആദ്യം തൊട്ടുള്ള കുറച്ച് മെത്തേഡുകൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഫേസ്ബുക്ക് പേജിൻ്റെ ഇടത്ത് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് കാണും. ഒരു 3 ഡോട്ട്, നിങ്ങൾ ആ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും കുറേ സംഭവങ്ങൾ കാണും. അതിൽ പ്രൊഫഷണൽ മോഡ് എന്ന് ടേൺ ഓൺ പ്രൊഫഷണൽ മോഡെന്ന് കാണും. അതിൽ അമർത്തുക. അപ്പോഴത്തേനും സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് 1000, 2000, 3000, 750 ഒക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് കാണും. ഈ ഫ്രണ്ട്സ് എല്ലാം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഫോളോവേഴ്സാകും. അത് ഫേസ്ബുക്ക് നമുക്ക് ചെയ്തു തരുന്ന ഒരു സൗകര്യമാണ്, ഒരു നന്മയാണത്. അപ്പം നിങ്ങൾക്കൊരു വേണ്ടത് 5000 ഫോളോവേഴ്സും ഒരു 60,000 വാച്ച് മിനിറ്റാണ്. യൂട്യൂബിന് വേണ്ടത് 4000 വാച്ച് അവറാണ്, 4000 മണിക്കൂറുകൾ. പക്ഷേ ഇതിന് 60,000 വാച്ച് മിനിറ്റ് മതി. അത് നിങ്ങൾ ഒരു 5 മാസം നിങ്ങൾ സ്ട്രെയിൻ ചെയ്താൽ നിങ്ങൾക്കത് 60,000 ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 1 മിനിറ്റ് വീഡിയോ ആണ് ഇവർ അതിനകത്ത് ഏറ്റവും 1 മിനിറ്റുള്ള സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾ ഇടുന്നത്. അപ്പോൾ ആ 1 മിനിറ്റ് സംഭവങ്ങൾ ഇടുമ്പോൾ നിങ്ങൾ, കാരണം അത് കൂടുതൽ പേര് കാണാൻ സഹായിക്കും നിങ്ങളെ. ആ 1 മിനിറ്റിൽ 30 സെക്കൻഡിനുള്ളിലും 10 സെക്കൻഡിനുള്ളിലും അതങ്ങനെ തന്നെ വരുള്ളൂ. 1 മിനിറ്റ് ആകുമ്പോൾ എല്ലാവരും കാണും. ഞാൻ 15 മിനിറ്റും 9 മിനിറ്റും 10 മിനിറ്റും ഒക്കെ ഉള്ള പ്രോഗ്രാമാണ് ഞാൻ ചെയ്യുന്നത്. അത് പകുതി കണ്ടിട്ട് അവർ അത് സ്കിപ്പായി പോകും. പക്ഷേ അതിനകത്ത് 5 മിനിറ്റ് കണ്ടാൽ 5 മിനിറ്റാണത്. 60,000 വാച്ച് മിനിറ്റും 5000 ഫോളോവേഴ്സും. പിന്നെ ഫോളോവേഴ്സ് കൂട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് ഒത്തിരി നിങ്ങളിവരെ അറിയുമോ എന്നുള്ള ചോദിച്ചു, ഡു യു നോ ദിസ് പേഴ്സൺ എന്നൊക്കെ ചോദിച്ച് വരും. അപ്പം നിങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട് സെഷൻസ് അന്നേരം മുതലേ നിങ്ങളുടെ ഫ്രണ്ട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക. ഒരു ദിവസം ശരാശരി ഒരു 200-250 പേരെ നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാം. അത് ആ 250 കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് അടുത്ത് 250 തരുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരുടെ ഫ്രണ്ട്സിന് റിക്വസ്റ്റ് അയക്കുക. അത് മാക്സിമം മലയാളികൾ കുറവാണ് ഇതൊക്കെ ചെയ്യുന്നത്. മലയാളികൾക്ക് ഇതൊക്കെ അറിയാം എന്നുള്ളതാണ്. കാരണം മലയാളി അറിയാലോ, ഏറ്റവും കഴിവുള്ളവനെ മോഹൻലാലുമായി, അതായത് ഇവിടുത്തെ ഉള്ളവർ യേശുദാസും പാടും എന്ന് പറയുന്നവരെ മലയാളികൾ. അങ്ങനെയുള്ള അത് ഒരിക്കലും നല്ലപോലെ പാടുമെന്നോ സൂപ്പർ എന്നോ അവർ പറയാൻ ഭയങ്കര പാടാണ്. എത്ര നല്ലൊരു വർക്ക് ചെയ്താൽ ഏറ്റവും നല്ല കൊള്ളാം എന്നേ പറയുള്ളൂ, അല്ല നന്നായെന്നൊന്നും. അത് തമിഴ്നാട്ടിലോട്ടല്ലേ, അവർ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യും. ഹിന്ദിക്കാർ അതുപോലെ, നിങ്ങൾക്ക് ഹിന്ദിക്കാർ ബംഗാളികളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ മറ്റു രീതി കാണുന്ന അവരൊക്കെ ഇതിനെ ഭയങ്കരമായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഹിന്ദിക്കാരാണ് ഏറ്റവും കൂടുതൽ അതിൽ
നമ്മളെ ഇത് ചെയ്യുന്നത്. അവരൊരിക്കലും ഒരു നെഗറ്റീവ് കമൻറ്റ് 1% ആൾക്കാർ പോലും ഇടില്ല എന്നുള്ളതാണ്. മലയാളികൾ ചുമ്മാ വഴിയിൽ എന്ന് വെച്ച് 50 രൂപ കടം ചോദിച്ചാൽ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളവരോട് ഒരു 50 രൂപ കടം മേടിച്ച് കൊടുക്കാതിരുന്ന അവരന്നേരം അതിൻ്റെ അടിയിൽ ബാഡ് കമൻറ്റ് ഇടുന്നവരാണ് ഇവരൊക്കെ. എന്തെങ്കിലും ചെറിയ വ്യക്തി വൈരാഗ്യത്തിനോ ഒക്കെ അത് അവരുടെ തെറ്റായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഇത് മ്യൂട്ട് ചെയ്ത് കളയാനോ അത് അൺഫ്രണ്ടാക്കാനോ പറ്റും. അപ്പം പിന്നെ 5000 ഫ്രണ്ട്സേ ഒരു ഫേസ്ബുക്കിൽ ഒരാൾക്ക് പറ്റുള്ളൂ. 5000 വരില്ല. ഒരു റിക്വസ്റ്റ് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ മാനേജ് എന്നും പറഞ്ഞ് ഒരു കോൾ ഉടനെ വരും. അതിലൊരു ഫ്രണ്ടിനെ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു ഫ്രണ്ടിനെ നിങ്ങൾ റിമൂവ് ചെയ്താൽ അന്നേരം നിങ്ങൾക്ക് ഇങ്ങോട്ട് അയക്കുന്ന എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം നിങ്ങൾ, കുഴപ്പമില്ലാത്തവരാണെങ്കിലും. അപ്പോൾ ഹിന്ദിക്കാരിത് നിങ്ങളുടെ പ്രോഗ്രാമുകൾ ഭാഷ വേറെയാണെങ്കിലും നിങ്ങളിടുന്ന എല്ലാ വീഡിയോസും അവർ കാണാൻ ശ്രമിക്കും. കാരണം അവരുടെ ഒരു പ്രത്യേകതയാണ്. കാരണം ഈ നമ്മളിവിടെ തന്നെ ആസാമികളും ബംഗാളികളൊക്കെ ഉണ്ടല്ലോ, അവരെപ്പോഴും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലോ, അവരെല്ലാം കാണും. അവർ ബാഡ് കമൻറ്റ് എടുത്തില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ അവരുടെ വീഡിയോസൊക്കെ നമുക്ക് ഫോളോവേഴ്സ് ഇത് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇത്രയായി കഴിയുമ്പോഴത്തേനും ഈ ഫോളോവേഴ്സിനെ കൂട്ടിയില്ലെങ്കിലും അത് കൂട്ടണം. 5000 ഫോളോവേഴ്സ് 60,000 വാച്ച് മിനിറ്റുമാണ്. അപ്പം നിങ്ങളുടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് എന്നും പറഞ്ഞ് മുകളിലൊരു നീരെഴുതി കാണും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇൻസൈറ്റ് കാണും, മോണിറ്റൈസേഷൻ കാണും, പിന്നെ അങ്ങനെ ഒരു 4-5 സംഭവങ്ങൾ കാണും. അതിനകത്ത് നിങ്ങൾക്ക് പിന്നെ ഓരോരോ ഇതിലും നിങ്ങളുടെ മെയിലിൽ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിൽ അത് നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇന്ന ചെയ്യണം നിങ്ങളുടെ റീച്ച് ഇങ്ങനെയാണ്. ഇൻസൈറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സംഭവം എത്ര പേര് കണ്ടു, എത്ര റീച്ചായി, എത്ര ഇതായതും നിങ്ങൾക്ക് വീക്കിലി ചലഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ ഒരു വീക്കിൽ ഒരു 5 എണ്ണമെങ്കിലും ഇടണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് പൈസ കിട്ടും. പിന്നെ നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യുന്ന കുറേ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കുറേ ഇത് പ്രൊമോട്ട് ചെയ്താൽ ഇത്ര രൂപ മതി, ഇത്ര ഒരിക്കലും അതിന് പോകരുത്. അതിനകത്ത് 99% ചീറ്റിങ്ങാണ്. അവരത് ചെയ്തു തന്നാൽ ഫേസ്ബുക്കിന് അത് മനസ്സിലാവും. പൈസ കൊടുത്തുള്ള പ്രൊമോഷൻസ് അവർ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് പലരും ഭയങ്കര കുറേ പരസ്യം ചെയ്ത് വെച്ച് ഇവർ ഈ പിന്നെ അത് കാണാനില്ലാതെ വരുന്നത്. ഇവർ മാത്രമല്ല, പൂനെയിലുള്ളവരും ബോംബെയിലുള്ളവരും ഒക്കെ ഇങ്ങനെ ചെയ്യും. അവരൊന്നും വിശ്വസിച്ച് 1 രൂപ കൊടുക്കരുത്. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ പൈസ പോയിട്ടുണ്ട് കേട്ടോ. കാരണം അവർ ചെയ്യില്ല. പിന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ഓരോരോ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഫേസ്ബുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഇൻസൈറ്റ് എടുത്ത് നോക്കിയാലോ, നിങ്ങൾ മോണിറ്റൈസേഷൻ നോക്കിയാലോ, നിങ്ങൾ റീച്ച് നോക്കിയാലോ, അങ്ങനെ ഓരോരോ ഹോം എന്ന് പറയുന്ന പേജ് അതെല്ലാം നോക്കിയുമ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചു തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും, നിങ്ങളുടെ മെയിലിൽ വരും. അത് കഴിയുമ്പോഴത്തേനും കുറച്ച് കഴിയുമ്പോഴത്തേനും നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അതിനകത്ത് GST എന്നൊക്കെ പറഞ്ഞ് കാണും. നിങ്ങളുടെ ഓരോരോ റീച്ച് ആകുമ്പോൾ ഒരു 5 ഡോട്ടുണ്ട്, ഒരു 5 വരകളുണ്ട്. അതിൽ ഓരോന്ന് ഫില്ലായിക്കൊണ്ടിരിക്കും. അവസാനം വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 5ാമത്തെ ഇത് ഫില്ലായി കഴിയുമ്പോഴത്തേനും അത് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിലുകൾ ചോദിക്കും. അക്കൗണ്ട്, പാൻ കാർഡ്, ആധാറൊന്നും അവർക്ക് വിഷയമില്ല. അത് ഇന്ത്യയുടെയാണ്. ഇത് മറ്റേ ജ്യോതിമാരുടെയാണ്, ഇത് അമേരിക്കയിലെയാണ്. അപ്പം അവർക്ക് പാൻ കാർഡ്, നമ്മുടെ അക്കൗണ്ട് നമ്പർ, അങ്ങനെയൊക്കെയുള്ള അതിനകത്ത് ബിസിനസ്സാണോ, അങ്ങനെ ഗ്രൂപ്പാണോ എന്നൊക്കെ ജോയിൻ്റ് അതൊന്നും ചെയ്യരുത്. പിന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ വിശ്വസ്തരായ ആൾക്കാരെ കൊണ്ട് ഇതൊക്കെ ചെയ്യാവുള്ളൂ. ഈ അക്കൗണ്ട് കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും അക്കൗണ്ടൻറ്റിനെ, അതായത് നിങ്ങൾക്ക് ഈ ടാക്സൊക്കെ ഫയൽ ചെയ്യുകയും ITR-ഉം TDS ഒക്കെ ഫയൽ ചെയ്യുന്നത്, അങ്ങനെ ഞാൻ ചെയ്ത് നമുക്ക് റിട്ടേൺ ഉണ്ട്. ഇൻകം ടാക്സ് റിട്ടേൺ ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നവനാണ് ഒരു 3-4 കൊല്ലം. അടയ്ക്കുന്ന പൈസയുടെ പരിചയത്തിൽ തരും. അത് TDS അടച്ചാൽ മതി. അപ്പം അതുപോലെ നിങ്ങളൊരു അക്കൗണ്ടിനെ കൊണ്ട് കൊടുത്താൽ 200 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 300 രൂപ കൊടുത്താലും നിങ്ങൾക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അത് അവർ ക്ലിയറായിട്ട് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഇതും അത് ഫില്ല് ചെയ്യും. പിന്നെ ഒരു 5 ഡാഷ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം അത് ഫില്ലായാൽ. പിന്നെ നിങ്ങൾക്ക് 60,000 ഇതാകുമ്പോഴും പിന്നെ നിങ്ങളുടെ ഏണിങ്സ്, അതായത് ഡോളറിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കാണിക്കും നിങ്ങളുടെ ഏണിങ്സ് ആയോ എന്ന്.
അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ യു ആർ എലിജിബിൾ ഫോർ ക്യാഷ് ഏണിങ് എന്ന് പറഞ്ഞ് കാണിക്കും കേട്ടോ അവരത്. നിങ്ങളത് ഫില്ല് ചെയ്യുമ്പോൾ അവർ ഓരോന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും. അല്ലാതെ അവർ മാത്രമല്ല പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ ഇതും ചെയ്യും. പിന്നെ 1 മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ ഒത്തിരി പേര് ഇടുന്നുണ്ട്, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പെൺകുട്ടികളാണെങ്കിൽ ഒരുപാട് പേര് ഫ്രണ്ട് റിക്വസ്റ്റ് ഇങ്ങോട്ടയക്കും. അതുകൊണ്ടാണ് പല ആളുകളും പെൺകുട്ടികളുടെ പ്രൊഫൈൽ വെച്ചൊക്കെ ഇതൊക്കെ തുടങ്ങുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് യൂട്യൂബിൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ യൂട്യൂബിലേക്ക് അവർ ഇത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾ യൂട്യൂബിൻ്റെ ലിങ്ക് ഇട്ട് തരും നിങ്ങൾക്ക്. അതായത് യൂട്യൂബിൽ കയറിയിട്ട് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എന്നടിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ഫേസ്ബുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യുക, എങ്ങനെ മോണിറ്റൈസ് ചെയ്യുക എന്നുള്ളത് യൂട്യൂബിൽ ഒരുപാടുണ്ട്. അതിന് നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾ അങ്ങനെ അത് പറയുന്നതൊന്നും പലരും പറയും നമുക്ക് മനസ്സിലാവില്ല, അത് ഈ ക്ലിക്ക് ചെയ്തെന്നൊക്കെ പറയും. പക്ഷേ നിങ്ങളൊരു അത് വിശദമായിട്ട് പഠിക്കുക, എന്നിട്ട് അത് തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ യൂട്യൂബിനകത്ത് ഫേസ്ബുക്ക് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. പിന്നെ ഇൻസ്റ്റയിലൊക്കെ എന്തിട്ടാലും 30 സെക്കൻഡ് 15 സെക്കൻഡ് അതിലൊന്നും ഒരു കാര്യമില്ല. ഇൻസ്റ്റയിലൊന്നും വരുമാനം ആഴ്ച കിട്ടാൻ പോകുന്നില്ല, കുറച്ച് പേർക്കേ ഉള്ളൂ. പിന്നെ യൂട്യൂബൊക്കെ ഇപ്പം ഏകദേശം യൂട്യൂബിൻ്റെ റീച്ചൊക്കെ പോയി കഴിഞ്ഞു. യൂട്യൂബ് പഴയ പോലൊന്നുമല്ല, കാരണം അവർക്ക് ഒരുപാട് വ്യവസ്ഥകളാണ്. ഈ വ്യവസ്ഥകളൊന്നും നിലവിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലില്ല. മാത്രമല്ല ഫേസ്ബുക്ക് മാക്സിമം പ്രൊമോട്ട് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം തരാനുമാണ് നോക്കുന്നത്. 30,000 10,000 8,000 ഒക്കെ രൂപ മാസം വാങ്ങുന്നവരുണ്ട്. എനിക്ക് ഈ ഞങ്ങളുടെ നാട്ടിൽ തന്നെ അറിയാം, ഒരാൾ വാങ്ങുന്നത് 18,000, ഒരാൾക്ക് 13,500 രൂപ ഒരു മാസം കിട്ടിയെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. വലിയ ഒരു വാല്യൂള്ള പ്രോഗ്രാമല്ല, അത് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടിയുടെ ഭർത്താവ് അങ്ങനെ പറയാണ്, കാരണം അവർക്ക് ചുമ്മാ കിട്ടുന്നതാണ്, എന്തെങ്കിലും ഇട്ടാൽ മതി. അതങ്ങനെ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാനലല്ല ഒരുപാട് വരും. ഇല്ലെങ്കിൽ ഗൂഗിളിൽ അടിക്കുക, അപ്പോൾ അവർ ഒരുപാട് നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യും. ഇത്രയാണ് ഈ എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.